പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ BJP നേതാവ് വി ഗോപാലകൃഷ്ണൻ, പുള്ളിക്ക് കൊടുങ്ങല്ലൂർ മത്സരിക്കണമെന്നായിരുന്നു താല്പര്യം. പക്ഷെങ്കിൽ മുന്നണിയുടെ കൂട്ടുകെട്ടനുസരിച്ച് ആ കൊടുങ്ങല്ലൂർ മണ്ഡലം 2020 വിട്ടുകൊടുത്തു BJPക്കാരൻ, അല്ലെങ്കിൽ NDA. അപ്പോഴേ ഒടുവിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ അദ്ദേഹത്തിനോട് ഗുരുവായൂരിൽ മത്സരിക്കാനായിട്ട് പാർട്ടി ആവശ്യപ്പെട്ടു. പുള്ളിക്കാരൻ അതിന് തയ്യാറായി. പക്ഷെങ്കിൽ പുള്ളിക്കാരന് ഇപ്പം ഒരു വലിയ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരന് BJPക്കാരെല്ലാവരും വർഗീയവാദിയാണെന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ അല്പം വർഗീയം പറയുന്നൊരു ആളാണ്. അതിൽ എല്ലാവരും വർഗീയമൊക്കെ പറയും. പക്ഷേ പുള്ളിക്കാരൻ ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാണിപ്പം അറിയാൻ കഴിയുന്നത്. കാര്യം ഗുരുവായൂർ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നാണ് പുള്ളി പറയുന്നത്, ഇവിടെ ഒരു ഹിന്ദു ഇടതുപക്ഷക്കാരും നിർത്തിയിട്ടില്ല, വലതുപക്ഷക്കാർ ഹിന്ദുവിനെ നിർത്തിയിട്ടില്ല, 25 വർഷമായിട്ട് ഹിന്ദു MLA ഇല്ല, അതുകൊണ്ടാണ് എന്നെ മത്സരിപ്പിക്കുന്നത് എന്ന് പുള്ളി പച്ചയായിട്ട് ഒരു ഹിന്ദുവാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അപ്പം ഒരു പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതസ്ഥാപനത്തെ ഒന്നിച്ച പള്ളി, അമ്പലം, മോസ്ക്, ഗുരുദ്വാര ഇങ്ങനെയുള്ള ഒന്നിനെയും ഈ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്നാണ് പെരുമാറ്റച്ചട്ടത്തിലുള്ള ഒരു എന്താ പറയുന്നത് പെരുമാറ്റച്ചട്ടത്തിലുള്ളത്. ഇത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ അറിയാം. പക്ഷെങ്കിൽ ഇത് അദ്ദേഹം ലംഘിച്ചിരിക്കുകയാണെന്ന് ആണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പുള്ളിക്കാരൻ മിക്കവാറും ഇതാരെങ്കിലും കേസിന് ഇപ്പം പോവുകയോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പം തന്നെ പക്ഷെങ്കിൽ പുള്ളിക്കെതിരായിട്ട് ഒത്തിരി കോണുകളിൽ നിന്ന്, ചാനലുകളിൽ നിന്നുമൊക്കെ ഒത്തിരി വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം മിക്കവാറും പുള്ളിക്കാരന് അതൊരു പുലിവാലാകുമെന്നാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.